നൃത്തം കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ പാലത്തിൻ്റെ മുകളിൽ ഫോട്ടോ എടുക്കാൻ കയറുകയാണെന്ന്. ഫോട്ടോ എടുക്കാൻ കയറിയൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ വണ്ടി ഇപ്പോൾ രണ്ടത്താണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ട് ഒന്ന് ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയിട്ട് രണ്ടത്താണില്ല കേട്ടോ, നമ്മൾ അതിരുമട പാലം. കാരണം ലോഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഒരു തലക്കിൽ നിന്ന് ഇങ്ങനെ എത്തി പാലത്തിൽ ഇങ്ങോട്ട് കയറാനായി സൈറ്റിലേക്ക് ആകെ 2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഇനി കഷ്ടിച്ച് 2 കിലോമീറ്റർ പോയ സൈറ്റ് എത്തിയിട്ടാണ്. അപ്പോൾ അത്ര അടുത്തെത്താൻ നേരത്തെ നോക്കുമ്പോഴേക്കിനും വണ്ടി അവിടെ എത്തുമ്പോഴേക്കിനും ഒരു ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് വന്നിട്ട് അപ്പോൾ എന്നെ വലിക്കാൻ വേണ്ടി ജലീലാണ് ഇപ്പോൾ നമ്മളെ കൂട്ടുകാരനാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നാട്ടിലേക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ആ കല്ല് മാറ്റി കയറ്റി ഇറക്കി വേറെ സൈറ്റിലേക്ക് എത്തിച്ച് കൊടുക്കല്ലാതെ ഒരു പാകമില്ല കേട്ടോ, വേറൊരു മാർഗ്ഗമില്ല ഇനി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ വണ്ടി മാക്സിമം ചാരിട്ട് കൊടുത്തിട്ട് ലോഡിങ്ങുകാർക്ക് വണ്ടിയിൽ നിന്ന് തന്നെ കയറ്റാൻ പറ്റിയ കോലത്തിൽ ആ വണ്ടിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് കയറ്റിട്ടോ. കാരണം 2 സൈഡ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണമല്ലോ, അപ്പുറം വണ്ടി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ പറയണെന്താ വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ലോഡ് വലിക്കാനുള്ള സൗണ്ട് ഇതില്ല കേട്ടോ. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ സൗണ്ട് ഇങ്ങനെ വരികയാണ് കിടകടോ തന്നെ നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ പണിക്കാർക്ക് ഏതായാലും പണി നല്ല പിടിപ്പതുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിലുള്ള കല്ല് നേരെ ആ വണ്ടിക്ക് മാറ്റി കൊടുത്ത് നല്ല കല്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ കഥയാണ്. ആ കിട്ടിയ കല്ല് നല്ല സൂപ്പർ മേപ്പാറ ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്താ ചെയ്യാം, ഒരു കയറ്റിൽ ഒരു ഇറക്കലും കൂടി കഴിഞ്ഞപ്പോൾ കല്ലിൻ്റെ സ്വഭാവം ആകെ മാറിയിട്ട വൃത്തിയിട്ട കല്ലായിട്ട് സൈറ്റ് ചെന്നപ്പോൾ കാക്ക് നല്ല നോക്കണ്ടേന് കേട്ടോ. ഇതെന്താ കല്ല് ഇങ്ങനെ, കല്ലിന് തെല്ലുമൂലൊക്കെ പൊട്ടിയിട്ടില്ലെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഇങ്ങൾക്കും വേണ്ടി വന്ന വണ്ടി 11 മണിക്ക് വന്നിട്ട് നേരം വരെ അവിടെ നിൽക്കണം. അങ്ങനെ കെട്ടി വലിച്ചിട്ട് ഇങ്ങനെ പോണ രംഗം കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഏതൊരു വണ്ടി എത്തി നടക്കണമെങ്കിലും അവനവൻ്റെ വണ്ടി കെട്ടി വെച്ചിങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളൂ വല്ലാത്തൊരു വിഷമമാണ് അറിയാം. അപ്പോൾ എന്താ വെച്ചാൽ കെട്ടി വലിച്ചിങ്ങനെ നേരെ വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. ജലീലിനോട് ഞാൻ കയറെടുക്കാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ കയറെടുത്തുകൊണ്ട് ആ കയറിട്ടാണ് ഇനി കെട്ടി വലി. അപ്പോൾ വലിച്ച് പോണൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമാണ് ആരെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണത് കാണുമ്പോൾ. നമ്മൾ കരിങ്കപ്പാറ വിനോദിൻ്റെ വർക്ക്ഷോപ്പിൽ കേട്ടോ ഇനി പോണത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുറച്ച് ദൂരമുണ്ട്. എങ്ങനെയായാലും ഒരു 5-8 കിലോമീറ്ററോളം ഇവിടുന്ന് അവിടെ എത്താനിട്ട് കരിങ്കപ്പാറ എത്താനുള്ള ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ 2 വട്ടം കയറ് പൊട്ടിട്ടോ. കയറ് ഞാൻ വണ്ടി കാരണം നമ്മൾ ഗിയറിലൊന്നുമല്ല, നമ്മൾ ന്യൂട്രലിലിട്ടുകൊണ്ട് അവൻ വലിക്കുകയാണ്, ഗിയർ തന്നെയാണ്. പക്ഷേ ചില സമയത്ത് കയറ് ലൂസാണതിനനുസരിച്ച് ഞാൻ ബ്രേക്ക് ചവിട്ടി കൊടുക്കുന്നതിനനുസരിച്ച് കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രോങ് ആയിട്ട് പിന്നെ ഒരു അമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വട്ടം കയറും പൊട്ടുകയും ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, കാരണം ഇത് വലിക്കലും അവിടെ എത്തിക്കലും നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ എന്തായാലും ഇത് പാലത്തും കൂടി അങ്ങനെ വലിച്ച് ഓൺ ഡിസ്റ്റൻസ് ഇട്ട് അങ്ങനെ വലിച്ചു. ഞാനും അതിനനുസരിച്ച് വലിച്ചു. കയർ പൊട്ടി ഏതാണ്ടൊക്കെ പിന്നി സെറ്റാക്കി അങ്ങനെ വലിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹൈവേൻ്റെ ഈ ചെറിയ 1 വേ റോഡ് ആയത് കാരണം ആ റോട്ടുമ്മലൊക്കെ പൊതുവേ 1 വേ റോഡ് ആയതുകൊണ്ട് മെയിൻ റോഡല്ലല്ലോ, അപ്പം വലിയ റോഡ് തുറന്നില്ലല്ലോ. അപ്പോൾ ഈ ചെറിയ റോട്ടും കൂടി പോകുമ്പോൾ ഫുള്ള് ബ്ലോക്കാട്ടാ. നമ്മളീ പതുക്കെ അങ്ങനെ അരിച്ച് പോകണോണ്ട് അപ്പോൾ പിന്നെ സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്കൊക്കെ ഭയങ്കര ശല്യമായി മാറിയിട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അങ്ങനെ നേരെ വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ വിനോട്ടിനോട് ഞാൻ പറഞ്ഞു വിനോട്ടാ കഴിച്ചോളി ഒന്നും നോക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗിയർ ബോക്സ് കഴിച്ച് വിനോട്ട് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരെ കോഴിക്കോട്ടേക്ക് പോയിട്ടാ. ഒരു 5 മണിക്ക് കോഴിക്കോട്ടേക്ക് പോയി. 6:30 ആയപ്പോഴേക്കും ഞാൻ കോഴിക്കോട് പോളി മാർക്കറ്റിലെത്തിയിട്ടാ. പോളി മാർക്കറ്റിലെത്തിയപ്പോൾ നമുക്ക് പറ്റിയ ഗിയർ ബോക്സ് ഇതാ നല്ല സെറ്റ് ചെയ്ത് വെച്ചു. ഓല് സീൽഡ് ടൈപ്പ് ഗിയർ ബോക്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. നല്ല അഴിക്കാത്ത ടൈപ്പ് സൂപ്പർ ബോക്സ് അവിടെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതും എടുത്തുകൊണ്ട് ഞാനും ജലീലും കൂടി തന്നെ നേരെ പോകുന്നുട്ടോ നാട്ടിലേക്ക്. അങ്ങനെ വിനോദിൻ്റെ അടുത്തെത്തി ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. നമ്മളത് അവിടെ അയച്ചു വെച്ചിരുന്നു കേട്ടോ. അതിന് ടോപ്പ് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ടോപ്പ് ഗിയറിൻ്റെ അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടറും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിട്ടോ, ആ ചെറിയ ഗ്യാപ്പിൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി കൊണ്ടുവന്ന ഗിയർ ബോക്സാണ് ഇപ്പോൾ ഈ കാണുന്നത് അയച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ നല്ല സെറ്റാണ്. ഇനി പിന്നെ ടോപ്പ് കാര്യങ്ങൾ നമ്മളെ പഴയ ഗിയർ ബോക്സിൻ്റെ തന്നെ ഇതിനുള്ളിലേക്ക് കയറ്റാണ്ട് കേട്ടോ. അത് അൾട്രേഷൻ ചെയ്ത ടോപ്പാണ്. അപ്പോൾ അതേ ഇതിനിടാൻ പറ്റുള്ളൂ. പിന്നെ PTIൻ്റെ സാധനം ഇതൊക്കെ ഇതിന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഓരോ സാധനങ്ങൾ ഇട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പണി പിടിപ്പതുകൊണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കിട്ടിയ പണി തന്നെ വല്ലാത്തൊരു പണിയാണ് കേട്ടോ, പ്രതീക്ഷിക്കാത്തൊരു പണിയാണ്. അങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയിട്ട് ഒരു ലോഡ് പൊട്ടക്കല്ല് കയറ്റണം. അതും കയറ്റി ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടം